വൂണ്ട് ഹീലിംഗ് ക്രീം. വൂണ്ട് ഹീലിംഗ് ക്രീം വളരെ കുഞ്ഞൻ പ്രൊഡക്റ്റ് ആണ്, വളരെ ചെറിയൊരു പ്രൊഡക്റ്റ് ആണ്, എങ്കിലും ഇതിന്റെ റിസൾട്ട് ഏറ്റവും ഉയരങ്ങളിലുമാണ്. മറ്റൊന്നാണ് ഐ എനർജി. നമ്മൾ ഡെയിലി നമ്മളുടെ ജീവിതത്തിൽ ഉപയോഗിക്കേണ്ട ഒരു ഉൽപ്പന്നമാണ് ഈ പറയുന്ന ഐ എനർജി. ഈ രണ്ട് ഉൽപ്പന്നങ്ങളെയും ഒന്ന് പരിചയപ്പെടുത്തുക. ആ പരിചയപ്പെടുത്തുന്ന അല്ലെങ്കിൽ അതിനെപ്പറ്റി ഒരു ചെറിയൊരു ഇൻട്രഡക്ഷൻ നിങ്ങളിലേക്ക് എത്തിക്കുക. അതിനുശേഷം നിങ്ങളുടെയൊക്കെ ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് കിട്ടിയ റിസൾട്ടുകളെ നമ്മൾ ഇത് സൂം പ്ലാറ്റ്ഫോമിൽ നമ്മളൊന്ന് എന്ത് ചെയ്യാം, മറ്റുള്ള ആളുകളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഇന്നത്തെ ഉദ്ദേശം എന്ന് പറയുന്നത്. അതിലാദ്യം ഞാൻ സംസാരിക്കുന്നത് നമ്മുടെ വൂണ്ട് ഹീലിംഗ് ക്രീം എന്ന് പറയുന്ന മുറിവിനും പൊള്ളലിനും ഒക്കെ നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഉൽപ്പന്നമാണ്. പ്രധാനമായും അതിൽ 7 ചേരുവകളാണ് അടങ്ങിയിട്ടുള്ളത്. അതിൽ ഒന്നാമത്തെ ചേരുവ എന്ന് പറയുന്നത് സാൽറസിൻ, അല്ലെങ്കിൽ നമ്മളെ ഒരു മരത്തിന്റെ കറയാണ് സാൽമരം എന്നൊക്കെ പറഞ്ഞ. സാൽമരം എന്ന് പറഞ്ഞാൽ എന്താ പറയാ, നമ്മുടെ വാണിജ്യാടിസ്ഥാനത്തിന് റെയിൽവേ പ്ലാറ്റ്ഫോമിന്റെ ഒക്കെ പണ്ട് കാലങ്ങളിൽ റെയിൽവേ പ്ലാറ്റ്ഫോം ഇപ്പൊ അടിയുടെ സ്ലീപ്പറായിട്ട് ഇടുന്ന കോൺക്രീറ്റ് പീസ് ആണെങ്കിൽ പണ്ട് കാലങ്ങളിൽ മരങ്ങളായിരുന്നു ഇട്ടത്. ആ മരത്തിൽ ആ സ്ലീപ്പർ ഉണ്ടാക്കാൻ ഏറ്റവും കൂടുതൽ ഉപയോഗിച്ചൊരു മരമാണ് സാൽമരം എന്ന് പറയുന്നത്. അതിന്റെ കറയാണ് യഥാർത്ഥത്തിൽ ഒന്നാമത്തെ കണ്ടന്റ്. ഈ സാൽമരത്തിൽ നിന്ന് കിട്ടുന്ന റസിൻ, ഈ റസിൻ ഒരുപാട് ഔഷധ മൂല്യമുള്ളത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒന്ന് പ്രധാനമായും ഈ ഔഷധ മൂല്യം കൊണ്ട് പ്രമേഹ രോഗത്തെ ചികിത്സിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് പണ്ട് കാലങ്ങളിൽ. ആയുർവേദത്തിൽ പ്രമേഹ രോഗത്തിനുള്ള ചികിത്സയ്ക്ക് എടുത്തുകൊണ്ടിരുന്ന ഒരു സാധനമാണ്. അതുപോലെ തന്നെ മുറിവുകൾ ഉണങ്ങാനുള്ള ഏറ്റവും നല്ല ഒരു ഉൽപ്പന്നമായിട്ടും നമ്മളെ സാൽറസിൻ ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട്. അതേപോലെ തന്നെ ഈ ചെവി കേൾക്കാത്ത ആളുകൾക്കൊക്കെ ചില മരുന്നുകളൊക്കെ നിർമ്മിക്കുന്ന സമയത്ത് അതിനകത്തും ഈ പറയുന്ന കറ ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട്. ബധിരതയ്ക്കൊക്കെ മാറ്റാൻ ഏറ്റവും നല്ല ഒരു ഉൽപ്പന്നമായിട്ട് പണ്ട് കാലങ്ങളിലൊക്കെ ആയുർവേദത്തിന് ഏറ്റവും കൂടുതൽ ആശ്രയിച്ച കാലത്ത് ആളുകൾ ഉപയോഗിച്ച, അല്ലെങ്കിൽ വൈദ്യന്മാർ ഉപയോഗിച്ച ഒരു കണ്ടന്റ് ആണെന്ത്, ഈ സാൽറസിൻ എന്ന് പറയുന്ന കറ. ഈ കറ നമ്മുടെ മുറിവുകൾ ഉണങ്ങാൻ ഏറ്റവും നല്ലതാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കാര്യം മനസ്സിലാവും. ഉണങ്ങാത്ത മുറിവുകൾ പലർക്കും ചില ആളുകൾക്ക് ഉണ്ടാവും, പ്രത്യേകിച്ച് കാരണമൊന്നും ഉണ്ടാവില്ല, ഷുഗർ പേഷ്യന്റ് ഒന്നും ആയിരിക്കില്ല, എങ്കിലും ഉണങ്ങാതെ കുറെ കാലമൊക്കെ നിൽക്കുന്നുണ്ട്. അവരുടെ ഇമ്മ്യൂണിറ്റിയുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന കാര്യങ്ങളൊക്കെയാണ്. ആ ഉണങ്ങാത്ത മുറിവുകളെ പോലും ഉണക്കാനുള്ള കപ്പാസിറ്റി ഈ പറയുന്ന സാൽറസിൻ എന്ന് പറയുന്ന ആ റസിനുണ്ട്, അല്ലെങ്കിൽ കറക്കുണ്ട്. മറ്റൊന്നാണ് ഉങ്ങ് എന്ന് പറയുന്നത്. ഉങ്ങ് എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലൊക്കെ ഇപ്പോൾ എനിക്ക് തോന്നുന്നു റോഡ് സൈഡിലൊക്കെ ഗവൺമെന്റ് മരങ്ങൾ വെച്ച് പിടിപ്പിക്കുന്നത്, ഇന്ന് ഏറ്റവും കൂടുതൽ വെച്ച് പിടിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മരമാണ് എൻ്റെ ലൊക്കേഷനിൽ, ഞാൻ ജീവിക്കുന്ന ലൊക്കേഷനിൽ പേരാമ്പ്ര മുതൽ കുറ്റ്യാടി വരെയുള്ള ആ ലൊക്കേഷനിലൊക്കെ ഇഷ്ടംപോലെ മരത്തൈകൾ റോഡ് സൈഡിലുണ്ട്. അതിൽ ഏറ്റവും കൂടുതൽ ഞാൻ കണ്ടത് ഉങ്ങാണ്. അതിന്റെ വിത്താണ് സാധാരണക്ക് നമ്മുടെ ഇതിനകത്ത് ഉപയോഗിക്കുന്നത്, സീഡാണ് ഉപയോഗിക്കുന്നത്. അതിനകത്ത് ഏറ്റവും വലിയ ഗുണം എന്ന് പറഞ്ഞാൽ, അതും ഈ പറഞ്ഞ പോലെ തന്നെ സ്കിന്നിന്റെ പ്രോബ്ലത്തിന്, സ്കിൻ ഡിസോർഡേഴ്സ് എന്ന് പറഞ്ഞാൽ അതിനകത്ത് ഒരുപാട് കാര്യങ്ങൾ വരും. സ്കിൻ ഡിസോർഡേഴ്സ് എന്ന് പറഞ്ഞാൽ വരണ്ട ചർമ്മം പോലുള്ള പ്രശ്നങ്ങൾ, എന്താ പറയാ, സ്കിന്നുമായി ബന്ധപ്പെട്ട് പൊട്ടുന്ന ചില ചർമ്മങ്ങളൊക്കെ, പൊട്ടുന്ന ചർമ്മങ്ങൾ ഉണ്ടാവും. ചില ആളുകൾക്ക് പിണ്ട് കയറി പൊട്ടൊക്കെ ചെയ്യും. അപ്പോ അതിനൊക്കെ ഉപയോഗിക്കുന്നതാണ്. മറ്റു കാര്യങ്ങൾക്ക് ഉപയോഗിക്കുന്നത് സാധാരണ ദഹന പ്രക്രിയക്കൊക്കെ ഉപയോഗിക്കുന്നത്. നമുക്ക് ഇതിനകത്ത് അതല്ല ഉപയോഗിക്കുന്നത്. കോൺസ്റ്റിപ്പേഷൻ, മലബന്ധമുള്ള ആളുകൾക്കും അതുപോലെ തന്നെ ഗട്സിൽ ഉണ്ടാകുന്ന ഡിസോർഡേഴ്സ്, അതായത് എന്താ പറയാ, നമ്മളെ അന്നനാളം മുതൽ അങ്ങോട്ടുള്ള പല പ്രശ്നങ്ങൾക്കും അതിന് ഉപയോഗിക്കുന്ന ഒരു കണ്ടന്റ് ആണ്. ഇവിടെ നമ്മളെ സംബന്ധിച്ചിടത്തോളം സ്കിൻ ഡിസോർഡേഴ്സിനാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. നമുക്ക് ഇവിടെ വൂണ്ട് ഹീലിംഗ് ക്രീമിൽ ഇത് അടങ്ങിയിട്ടുണ്ട്. പിന്നെ ഒന്ന് നമുക്കറിയാം, നമ്മളെ ബ്ലഡ് പ്യൂരിഫയറിലൊക്കെ അടങ്ങിയിട്ടുള്ള മഞ്ചിഷ്ട അല്ലെങ്കിൽ മഞ്ചട്ടി എന്ന് പറയുന്ന ഒരു കണ്ടന്റ് ആണ്. അതിന് ഏറ്റവും വലിയ ഗുണം എന്ന് പറഞ്ഞാൽ നല്ല എന്താ പറയാ, ഗ്ലോയിങ് സ്കിന്ന് ക്രിയേറ്റ് ചെയ്യാൻ. നമുക്ക് പൊതുവെ ഒരു സ്കിന്നിന്റെ മുറിവിന് മാത്രമല്ല, വൂണ്ട് ഹീലിംഗ് നമ്മൾ പല ആളുകളും മുഖത്തൊക്കെ തേക്കാറുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഒരു നല്ല ഗ്ലോയിങ് സ്കിൻ ക്രിയേറ്റ് ചെയ്യാനും ഒരു സൂത്തിങ് എഫക്റ്റ്, നല്ല സ്മൂത്ത്നെസ് കിട്ടാനും സോഫ്റ്റ് ആയ സ്കിന്ന് ഡെവലപ്പ് ചെയ്യാനൊക്കെ സഹായിക്കും. യഥാർത്ഥത്തിൽ എന്താ പറയുക, സ്കിൻ പ്രൊട്ടക്ഷൻ എന്ന് വേണേൽ പറയാം. നമുക്ക് മുറിവോ അല്ലെങ്കിൽ പൊള്ളലോ മാത്രമല്ല, അല്ലാതെ തന്നെയും നമ്മുടെ മുഖത്തേക്ക് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ ഒരു സ്മൂത്ത് സ്കിൻ, സോഫ്റ്റ് സ്കിൻ ഉണ്ടാക്കിയെടുക്കാനും ഗ്ലോയിങ് സ്കിൻ ഉണ്ടാക്കിയെടുക്കാനും സഹായിക്കുന്ന ഒരു ഘടകം. അതുകൊണ്ടാണ് നമ്മുടെ പല ആളുകളും പറയുന്ന ഒരു കാര്യമാണ്, അതിനേക്കാൾ നല്ലത്, അല്ലെങ്കിൽ നമ്മളെ
മൾട്ടി ആക്ഷൻ ഫെയർനെസ് ക്രീം അത് ഉപയോഗിക്കാൻ പറയുന്ന സമയത്ത് ചില ആളുകൾ പറയും, സാറേ എനിക്ക് വൂണ്ട് ഹീലിംഗ് ക്രീം ഉപയോഗിച്ചിട്ട് നല്ല റിസൾട്ട് ഉണ്ട്, മുഖക്കുരുവിനൊക്കെ നല്ല മാറ്റം വന്നിട്ടുണ്ട് എന്നൊക്കെ പറയും. അതിന് വേറെയും കാരണമുണ്ട്. ഇതിനടങ്ങിയിട്ടുള്ള മറ്റൊരു കണ്ടന്റാണ് ദേവദാരു തൈലം. അതിന്റെ സ്റ്റെമ്പാണ് ഇതിൽ ഉപയോഗിക്കുന്നത്. ദേവദാരു എന്ന് പറയുന്ന അതിന്റെ തൈലം അതിന്റെ സ്റ്റെമ്പിൽ നിന്നാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. ഇവിടെ ദേവദാരു തൈലത്തിനും ഒരുപാട് ഗുണങ്ങളുണ്ട്. അതിലൊന്ന് ഞാൻ ഇപ്പോൾ ഓൾറെഡി പറഞ്ഞു, മുഖക്കുരു മാറ്റാനുള്ള കപ്പാസിറ്റി. അതുകൊണ്ടാണ് നമ്മളെ പല ആളുകളും പറയാറുണ്ട്, മുഖക്കുരു വരുന്ന സമയത്ത് ചെറിയൊരു തടിപ്പൊക്കെ വരുന്ന സമയത്ത് നിങ്ങൾ അവിടെ കുറച്ച് വൂണ്ട് ഹീലിംഗ് എടുത്ത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അത് കാണില്ല, അത് മങ്ങിപ്പോകും എന്ന് പറയുന്നത് അതിന്റെ തുടക്കത്തിൽ തന്നെ അതിനുള്ള പ്രതിവിധി നമ്മൾ കൊടുക്കുന്നതുകൊണ്ടാണ്. അപ്പൊ ദേവദാരു തൈലവും ഈ പറയുന്ന ഗുണമുള്ളതാണ്. അതുപോലെ തന്നെ മരമഞ്ഞൾ എന്ന് പറയുന്ന ഒരു ചെടിയും അല്ലെങ്കിൽ അതിന്റെ സ്റ്റെമ്പാണ്, അതിന്റെ കമ്പാണ് ഉപയോഗിക്കുന്നത് മരമഞ്ഞൾ എന്ന് പറഞ്ഞാൽ. ഈ പറയുന്ന രണ്ട് കണ്ടന്റുകൾ മൂക്കുരു മാറ്റാൻ ബെസ്റ്റാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ എന്താകും, ഇത് ഉപയോഗിക്കുന്ന സമയത്ത് മൂക്കുരുനൊക്കെ നല്ല മാറ്റങ്ങൾ കിട്ടുന്നുണ്ട്. അതേപോലെ തന്നെ ഇതിന് വേറെയും കുറെ ഗുണങ്ങളുണ്ട്. സോറിയാസിസ് പോലുള്ള പ്രശ്നങ്ങൾ, ചർമ്മരോഗമാണ്. ആ സോറിയാസിസ് പോലുള്ള, അതുപോലെ തന്നെ സ്കാബീസ് എന്ന് പറയുന്ന രോഗം, അതുപോലെ എക്സിമ, ഇതിനൊക്കെ നല്ല ഗുണം കിട്ടും. അതേപോലെ തന്നെ ഇത് താരനും നല്ലതാണ്. പക്ഷെ താരൻ നമ്മൾ ഉപയോഗിക്കാറില്ല. തലയിൽ വേണം തേക്കാം, പ്രശ്നവുമില്ല. പക്ഷെ തലയിൽ തേക്കാൻ നമ്മളത് വേറെ പ്രൊഡക്റ്റ് ഉള്ളത് കൊണ്ടാണ് നമ്മൾ ഇതിനെ അങ്ങോട്ട് റെക്കമെൻഡ് ചെയ്യാത്തത്. നമ്മൾ പൊതുവെ ഇതിനെ മുറിവ്, പൊള്ളല്, ചതവ് ഇങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ ഉപയോഗിക്കുന്നത്. പിന്നെ ഇതിനകത്ത് കറ്റാർ വാഴ ഉണ്ട്. കറ്റാർ വാഴ നമുക്കറിയാം, അതിന് തണ്ടും കായൊന്നുമില്ല, അതിന് ഇല മാത്രമേ ഉള്ളൂ. അപ്പോ അതിന്റെ ഉപയോഗിക്കുന്ന ലീഫാണ്. ഇതും ഉണങ്ങാത്ത മുറിവുകൾ, ഇത്രയും കാലപ്പഴക്കമുള്ള ഉണങ്ങാത്ത മുറിവുകൾ ഉണങ്ങാനും, പൊള്ളൽ ഉണ്ടായിക്കഴിഞ്ഞാൽ അവിടെ ഇൻഫ്ലമേഷൻ, നീർക്കെട്ട് വരാതിരിക്കാനും സഹായിക്കുന്ന ഒരു ഘടകമാണ് ഈ പറയുന്ന കറ്റാർ വാഴ എന്ന് പറയുന്ന കണ്ടന്റ്. മറ്റൊന്ന് ടീ ട്രീ ഓയിലാണ്. ഇതിനും ഉണ്ടാകുന്ന ഇതിന്റെ ഒരു ഗുണമാണ് പല ആളുകളും എനിക്ക് കുഴിനകത്തിന്റെ റിസൾട്ട് കിട്ടിയെന്ന് പറയാനുള്ള കാരണം. ഈ നഖത്തിനിടക്കുണ്ടാകുന്ന ഇൻഫെക്ഷൻസ്, ബാക്ടീരിയകൾ അല്ലെങ്കിൽ നെയിൽ ഫംഗസ് എന്നുള്ള പറയാം, നഖത്തിനിടക്കുണ്ടാകുന്ന ഫംഗസുകൾ, ഇതാണ് കുഴിനകമായി മാറുന്നത്. ഈ കുഴിനകത്തിനെ ഇല്ലാതാക്കാൻ കപ്പാസിറ്റി ഈ ടീ ട്രീ ഓയിലിനുണ്ട്. അതിന് വേറെ ഗുണമുണ്ട്. തലയിൽ പുരട്ടിയാലും കുറെ ഗുണമുണ്ട്. തലയിൽ പുരട്ടിയാലുള്ള ഗുണം പേൻ ശല്യത്തിന് ഒഴിവാക്കാൻ ഈ പറഞ്ഞ ടീ ട്രീ ഓയിലിന് സാധിക്കും. അപ്പോ അതും ഒരു ഗുണമാണ്. അപ്പൊ ഇതൊക്കെ ചേർന്നിട്ടുള്ള, അതായത് സാൽ റസിൻ അടങ്ങിയിട്ടുണ്ട്, ഉങ്ങുണ്ട്, അതുപോലെ തന്നെ മഞ്ചട്ടി, ദേവദാരു തൈലം, മരമഞ്ഞൾ, അതുപോലെ തന്നെ കറ്റാർ വാഴ, ടീ ട്രീ ഓയിൽ, ഇത്രയും കണ്ടന്റുകൾ അടങ്ങിയിട്ടുള്ള ഒരു അമേസിംഗ് പ്രൊഡക്റ്റ് ആണ് നമ്മുടെ കയ്യിലുള്ള ഈ വളരെ ചെറിയ കുഞ്ഞനായിട്ടുള്ള വൂണ്ട് ഹീലിംഗ് ക്രീം. ഈ വൂണ്ട് ഹീലിംഗ് ക്രീം എന്തിനൊക്കെ പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആളുകൾ പറയുന്നത്, നമ്മൾ പൊതുവെ മുറിവ് പൊള്ളലിനാണെങ്കിലും മറ്റുള്ള ആളുകൾ ഇങ്ങോട്ട് കുഴിനകത്തിനും മൂക്കുരു പോകാനും നല്ല സ്കിന്ന് നല്ല സ്മൂത്ത് ആകാനും എന്നൊക്കെ ആളുകൾ ഇങ്ങോട്ട് പറയാനുള്ള കാരണം ഈ പറയുന്ന കണ്ടന്റുകൾക്ക് ഉണ്ടാകുന്ന ആ ക്വാളിറ്റിയാണ്. ഇതാണ് ഒന്നാമത്തെ നമ്മുടെ പ്രൊഡക്റ്റ്. ഇനി നമ്മുടെ രണ്ടാമത്തെ കുഞ്ഞൻ പ്രൊഡക്റ്റ്, ഇത് ഐ എനർജി. ഇത് പല ആളുകളുടെയും സംശയം, ഇത് കണ്ണിലേക്ക് ഉറ്റിക്കാമോ, ഇതിനെന്തെങ്കിലും സൈഡ് എഫക്റ്റ് ഉണ്ടാവുമോ, കണ്ണല്ലേ എന്നൊക്കെ ചോദിക്കുന്ന ആളുകളുണ്ട്. തീർച്ചയായും ഇതിന് ഉറ്റിക്കാം. ഇതിനകത്ത് അടങ്ങിയിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കണ്ടന്റ് എന്ന് പറഞ്ഞാൽ ശോഭാഞ്ചൻ പൗഡർ എന്നൊക്കെ പറയുന്ന കേട്ട നമ്മൾ അതിന്റെ മുകളിൽ ശോഭാഞ്ചൻ പൗഡർ നിങ്ങൾ ഏറ്റവും മുകളിൽ കാണാം. ശോഭാഞ്ചൻ പൗഡർ വളരെ ചെറിയ അക്ഷരത്തിലാണ് എഴുതിയിട്ടുള്ളത്, ശോഭാഞ്ചൻ പൗഡർ എന്ന് പറയുന്നത്. ശോഭാഞ്ചൻ എന്നൊക്കെ പറഞ്ഞ മുരിങ്ങയാണ് സാധനം. അപ്പോ മുരിങ്ങയുടെ ഇല പൊടിച്ചിട്ടുള്ള സാധനമാണ്. നമ്മളെ മുരിങ്ങ എന്ന് പറഞ്ഞൊരു പ്രൊഡക്റ്റ് നമുക്ക് പുതിയതായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. അത് തന്നെയാണ് ഇതിനകത്തുള്ളത്. മുരിങ്ങയുടെ ഇല പൊടിച്ച് ഭസ്മമാക്കി അതിന്റെ ഡൈല്യൂട്ട് ചെയ്തെടുക്കുന്ന കണ്ടന്റ് ആണ് ഈ പറയുന്ന സാധനം. മുരിങ്ങ കൊണ്ടുള്ള ഗുണം എന്താ? വൈറ്റമിൻ എ എൻറിച്ച് ആണ്. കാഴ്ചശക്തി വർദ്ധിപ്പിക്കാൻ ഇതിലും മികച്ച ഒരു എന്താ പറയാ നാച്ചുറൽ ആക്റ്റീവ്സ് ഇല്ല എന്നതാണ് സത്യം. അപ്പോ ശോഭാഞ്ചൻ പൗഡർ, മുരിങ്ങ കണ്ണിച്ചെന്ന ഒന്നും സംഭവിക്കാനില്ല, നല്ലതേ മാത്രമേ വരൂ, ഒരു സൈഡ് എഫക്റ്റും ഉണ്ടാവില്ല. മറ്റൊരു പുനർനവയാണ് തഴുതാമ. തഴുതാമ കൊണ്ട് ഞാൻ എല്ലാ പ്രൊഡക്റ്റും സംസാരിക്കുന്ന സമയത്ത് പറയാറുണ്ട്, പുനർനവ, വീണ്ടും പുതുതാക്കുക, പുതിയ കോശങ്ങളെ സൃഷ്ടിക്കുക, അല്ലെങ്കിൽ മാലിന്യങ്ങളെ നീക്കം ചെയ്യുക, ഇങ്ങനെ കുറെ ഗുണങ്ങളുള്ള ഒരു സാധനമാണ് തഴുതാമ. സ്വാഭാവികമായിട്ടും കണ്ണിലേക്ക് ഉറ്റിച്ചു കഴിഞ്ഞാൽ തഴുതാമയുടെ
എക്സ്ട്രാ ആയിട്ട് കണ്ണിലേക്ക് പോയി കഴിഞ്ഞാൽ അവിടെയുള്ള മാലിന്യങ്ങളെ നന്നായി നീക്കം ചെയ്യാനുള്ള കപ്പാസിറ്റി എന്തിനുണ്ട്? ഈ പറയുന്ന തഴുതാമക്കുണ്ട്. മറ്റൊന്ന് മരമഞ്ഞൾ. മരമഞ്ഞളിനെ കൊണ്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട് നേരത്തെ. അത് മരമഞ്ഞൾ കൊണ്ട് ഒരുപാട് ഗുണം എന്ന് പറഞ്ഞാൽ ഗ്ലോയിങ് സ്കിന്നിനും അതുപോലെ തന്നെ നല്ലതാണെന്ന് നേരത്തെ പറഞ്ഞു. ഇവിടെ നമുക്കുണ്ടാകുന്ന ഗുണം, മരമഞ്ഞൾ കൊണ്ടുള്ള ഗുണം എന്ന് പറഞ്ഞാൽ കണ്ണിൽ ചൊറിച്ചിലൊക്കെ ഉണ്ടാവണം. ഈ ചൊറിച്ചിൽ മാറാൻ ഏറ്റവും നല്ല സാധനമാണ് ഈ പറയുന്ന മരമഞ്ഞൾ എന്ന് പറയുന്നത്. പിന്നെ ഉള്ളത് നമ്മുടെ കർപ്പൂരത്തിൽ നിന്ന് വേർതിരിച്ചെടുക്കുന്ന കർപ്പൂരാതി തൈലവും അങ്ങനെയൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. കർപ്പൂരം ഔഷധ മൂല്യമുള്ള ഒരു കണ്ടന്റ് ആണ്. കർപ്പൂരത്തിന്റെ ഒരു ഗുണം എന്ന് പറയുന്നത് ക്ലീനിങ് കപ്പാസിറ്റിയാണ്. കർപ്പൂരം പൊതുവെ നമുക്ക് അന്തരീക്ഷമൊക്കെ ക്ലീൻ ചെയ്യാൻ വേണ്ടിയാണ് കത്തിക്കാറുള്ളത്. കർപ്പൂരം കത്തിച്ചാൽ അന്തരീക്ഷം ക്ലീൻ ചെയ്യപ്പെടും, അതിൽ അവിടെയുള്ള ബാക്ടീരിയകൾ ഒക്കെ നശിക്കും എന്നുള്ളതാണ് കർപ്പൂരം കത്തിക്കുന്നതിനുള്ള ഗുണം എന്ന് പറയുന്നത്. നമ്മൾ പല സ്ഥലത്തും പൂജകൾക്കൊക്കെ ഉപയോഗിക്കുന്ന കർപ്പൂരാണ്. ആ കർപ്പൂരം കത്തിച്ചാൽ വായു മലിനീകരണത്തെ ഒഴിവാക്കുക, വായുവിനെ ക്ലിയർ ചെയ്യുക എന്നുള്ളതാണ് കർപ്പൂരം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതേപോലെ തന്നെ ഇവിടെയും ശുദ്ധീകരിച്ച കർപ്പൂരം ഇതിനകത്ത് ചേർത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കർപ്പൂരം കണ്ണിൽ ചെന്ന് കഴിഞ്ഞാൽ കർപ്പൂരം നേരിട്ട് കൊണ്ട് കണ്ണിൽ ഉൽപ്പിക്കാൻ പറ്റില്ല. സംസ്കരിച്ച് അതിനെ ഡൈല്യൂട്ട് ചെയ്ത് അതിന്റെ ഔഷധ മൂല്യം മാത്രം എടുത്ത് ശരീരത്തിന് ഹാനികരമല്ലാത്ത രീതിയിലുള്ള ഭാഗങ്ങളാണ്, അല്ലെങ്കിൽ ആ രീതിയിലുള്ള കർപ്പൂരമാണ് ഇതിനകത്ത് ഉപയോഗിക്കുന്നത്. പിന്നെ ഇതിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ഇതിനകത്ത് അടങ്ങിയിട്ടുള്ള ആ ജലം ഉണ്ടല്ലോ, വെള്ളം. ആ വെള്ളം എന്ന് പറയുന്നത് റോസ് വാട്ടറാണ്. റോസ് വാട്ടർ എന്ന് അറിയാം, പനിനീരാണ് ഇതിനകത്തുള്ളത്. പനിനീർ പണ്ട് കാലം മുതലേ കണ്ണിലുറ്റിക്കാൻ ഉപയോഗിക്കുന്ന എല്ലാ ആളുകളും കണ്ണിലൊരു മുറിവുണ്ടെങ്കിൽ നേരെ എന്ത് ചെയ്യും? കൊണ്ടുപോയി പനിനീരിട്ടിച്ചു കൊടുക്കുന്നത് കണ്ടിട്ടുണ്ട്. പനിനീരിന് വേറൊരു ഗുണമുണ്ട്, മുറിവുകൾ ഉണക്കാൻ സഹായിക്കും. കണ്ണിൽ ചെറിയ മുറിവോ അല്ലെങ്കിൽ ഒരു പൊടി പോയ സമയത്ത് നമ്മളൊന്ന് കണ്ണ് തുരുമ്പോ ചെയ്ത സമയത്ത് വളരെ മൈന്യൂട്ടായിട്ടുള്ള കുറെ മുറിവുകൾ അവിടെ ഉണ്ടാകുന്നുണ്ട്. ആ മുറിവുകളെ നന്നായി ഉണക്കാനുള്ള കപ്പാസിറ്റി ഈ പറയുന്ന പനിനീരിനുണ്ട്. അതേപോലെ തന്നെ ആന്റി ബാക്ടീരിയൽ ആണ്. ബാക്ടീരിയകളെ നശിപ്പിക്കാൻ സ്വാഭാവികമായിട്ട് നമ്മൾ എല്ലാ ദിവസവും നമ്മളെ കണ്ണുകളിലേക്ക് എന്ത് ചെയ്യുന്നുണ്ട്? എല്ലാ ദിവസവും എല്ലാ സമയത്തും തുറന്നു വെച്ച കണ്ണുകൾ തുറക്കലും അടക്കമൊക്കെ ചെയ്യുന്നുണ്ട്. ആ അടക്കുന്നത് തുറക്കാനും അടക്കാനുള്ള കപ്പാസിറ്റി കണ്ണിന് ഉണ്ടാക്കി വെച്ചത് വരുന്ന ഓരോ സമയത്തും ഓരോ സെക്കൻഡിലും നമ്മളെ കണ്ണിലേക്ക് വരുന്ന പൊടിപടലങ്ങളെ അത് തുറക്കുകയും അടക്കുകയും ചെയ്യുന്ന സമയത്ത് ക്ലീൻ ചെയ്യുക, അവിടെ നിന്ന് വൈപ്പ് ചെയ്യുക. ആ ഉദ്ദേശത്തിലാണ് ദൈവം അങ്ങനെ ഒരു സൃഷ്ടി ഉണ്ടാക്കി വെച്ച് തുറന്ന് അടച്ച് ഇങ്ങനെ കളിക്കും. അത് നമ്മൾ പറഞ്ഞിട്ടല്ല, ഓട്ടോമാറ്റിക്കായി നടക്കുന്നത്. കുറെ നേരം തുറന്നു നിൽക്കാൻ കഴിയില്ല. അപ്പൊ അങ്ങനെയുള്ള ഒരു ജന്മസിദ്ധമായ കഴിവൊക്കെ നമുക്ക് തന്നത് ഓട്ടോമാറ്റിക് ക്ലീനിങ് ആണ്. ഓട്ടോമാറ്റിക് ആണ്, നമ്മൾ അറിയാതെ നടക്കുന്നതാണ്. ആ ക്ലീനിങ്ങിന് വൈപ്പ് ചെയ്യാൻ വേണ്ടി കണ്ണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. എങ്കിലും കുറെ പൊടിപടലങ്ങളും ഒക്കെ നമ്മളെ ബാക്ടീരിയകളൊക്കെ നമ്മളെ കണ്ണിലേക്ക് വരുന്നുണ്ട്. സ്വാഭാവികം ഇതിനൊക്കെ തുടച്ചു നീക്കാൻ കപ്പാസിറ്റിയുള്ള കണ്ടന്റുകളാണ് ഇതിനകത്തുള്ളത്. പനിനീർ നന്നായി തുടച്ചു നീക്കാൻ സഹായിക്കുന്നതാണ്. ഇനി അതേപോലെ തന്നെ കണ്ണിന് വേണ്ടുന്ന വൈറ്റമിൻസിനെ നേരിട്ട് സപ്ലൈ ചെയ്യുന്ന ഒരു ഘടകമാണ് നമ്മളെ മുരിങ്ങ എന്ന് പറയുന്നത്. അപ്പൊ ഇത് രണ്ടുമാണ് ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കണ്ടന്റ് നമ്മൾ പറയാറുണ്ട്. അപ്പോ ഈ പറയുന്ന രണ്ട് പ്രൊഡക്റ്റുകളാണ് ശരിക്കും നമുക്ക് ഏറ്റവും നന്നായി മാർക്കറ്റ് ചെയ്യാൻ പറ്റുന്ന പ്രൊഡക്റ്റാണ്. കാരണം ഏത് വീട്ടിൽ പോയാലും 2 ഊണ്ടിയിലേക്ക് അവിടെ കൊടുക്കാം. കാരണം എല്ലാ വീടുകളിലും വാഹനങ്ങളുണ്ട്. ഒന്ന് വാഹനത്തിലെ ഫസ്റ്റ് എയ്ഡ് ബോക്സിലും അടുക്കള ഉണ്ടാവും, അടുക്കളയിലെ ഫസ്റ്റ് എയ്ഡ് ബോക്സിലും 2 സ്ഥലത്ത് ഇത് കൊടുക്കാം. ഇനി ഈ പറയുന്ന ഐ എനർജിയെ പറ്റി ഒറ്റ കാര്യം പറയാനുള്ളത്, ഇത് പൊതുവെ നമുക്കറിയാം റോസ് വാട്ടറൊക്കെയാണ്. എന്ത് തന്നെയായാലും ഒരുപാട് കാലം തുറന്നു വെച്ച് കഴിഞ്ഞാൽ എന്തും ചീത്തയാവും. ഭൂമിയിലുള്ള എല്ലാ സാധനവും ചീത്തയാവും, നശിക്കുകയൊക്കെ ചെയ്യും. അപ്പോ ഔഷധ മൂല്യമൊക്കെ ഉണ്ടെങ്കിലും നശിക്കാത്തതായിട്ടൊന്നും ഭൂമിയിലില്ല. സ്വാഭാവികമായും ഈ പ്രൊഡക്റ്റ് ഉപയോഗിക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇത് നമ്മൾ പൊട്ടിച്ച് ഉപയോഗിക്കാൻ തുടങ്ങി കഴിഞ്ഞാൽ 1 മാസത്തിൽ കൂടുതൽ നിങ്ങൾ ഒരു കാരണവശാലും ഉപയോഗിക്കരുത്. 1 മാസം കൊണ്ട് ഉപയോഗിച്ച് തീർന്നില്ലെങ്കിൽ എടുത്ത് ദൂരെ കളയണം. അപ്പോൾ 1 മാസം കൊണ്ട് ഉപയോഗിക്കുക. അത് മാത്രമല്ല അതിന്റെ ക്യാപ്പ് കൃത്യമായിട്ടിടണം. നേരെ കണ്ണിലേക്ക് ഉറ്റിക്കേണ്ട ഒരു പ്രൊഡക്റ്റ് ആയതുകൊണ്ട് തന്നെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ സ്പോട്ടിൽ നമ്മൾ എന്ത് ചെയ്യുക, ക്യാപ്പ് നന്നായിട്ടിട്ട് ടോപ്പിട്ട് നല്ല ക്ലിയർ ആയി